എല്ലാവർക്കും ടെക് ലൈമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരാൻ പോകുന്നത് വിവോയുടെ ഒരു ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. വിവോ V60 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ പേര് ഓഗസ്റ്റ് 12 തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. സോ ശരിക്കും പറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ വിവോ S30, ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള വിവോ S30 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ റീബ്രാൻഡ് ആയിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്, വിവോ V60 ആയിട്ട്. നിങ്ങൾക്ക് സ്പെക്ക് കംപ്ലീറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ക്രോമിൽ പോയിട്ട് വിവോ S30 ചൈന എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒഫീഷ്യൽ സൈറ്റിട്ട് പോകും വിവോയുടെ. സോ അതിൽ നമുക്ക് ഫുൾ സ്പെക്ക് ഒക്കെ അറിയാൻ പറ്റും. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ വിവോ X200 FE ഉണ്ടല്ലോ, അതിന്റെ ഓൾമോസ്റ്റ് സെയിം ഡിസൈനൊക്കെ ബാക്ക് ഡിസൈനൊക്കെ ഇതിലും വരുന്നത്. 3 കളറായിട്ടാണ് വരുന്നത്, ബ്ലൂ, ഗ്രേ, ഗോൾഡ് കാണാൻ നല്ല പ്രീമിയം ലുക്കാണ് വരുന്നത്. 7.5 ആണ് തിക്നെസ് വരുന്നത്, 192 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം, പിന്നെ IP68-69 റേറ്റിംഗും വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് എന്ന് പറയാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. IP68-69 റേറ്റിംഗും വരുന്നുണ്ട്. സോ നമ്മൾ ഡിസ്പ്ലേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വരുന്നത് ഒരു 6.67 ഇഞ്ചിന്റെ 120 Hz 10-bit AMOLED ആണ് വരുന്നത്. 1300 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡിലും 5000 നിറ്റ്സ് ആണ് HDR പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത്. സോ ഡിസ്പ്ലേസ് നോക്കുവാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ലാർജർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. സോ വൺ ഹാൻഡ് യൂസേജ് അത്രയ്ക്കൊരു അടിപൊളി ആയിരിക്കില്ല, കാരണം വലിയ ഡിസ്പ്ലേ ആണല്ലോ. സോ നമ്മൾ പെർഫോമൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ്, 4nm പ്രോസറാണ്. ക്വാൾക്കത്തിന്റെ ലേറ്റസ്റ്റ് ഒരു അപ്പർ മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന റാം സ്റ്റോറേജും പിന്നെ സ്റ്റോറേജ് ടൈപ്പും ആണ്. LPDDR4X RAM UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിപ്പോ ചൈനയിലെ വെബ്സൈറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. സോ അങ്ങനെ ഇത് അതേപോലെ തന്നെ ഇന്ത്യയിൽ വരുവാണെങ്കിൽ മോശമായിരിക്കും, കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക സ്മാർട്ട് ഫോൺസും LPDDR5X RAM UFS 3.1 4.0 ഒക്കെയാണ് കൊടുക്കുന്നത്. 2 നല്ല പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മോശമായി പോയി. സോ നമ്മൾ ആക്ച്വലി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വിവോ V60 സ്കോർ അല്ല, ശരിക്കും ഇത് നമ്മളൊരു സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഓവറോൾ ആയിട്ട് വരുന്ന സ്കോറാണ് പറഞ്ഞേക്കുന്നത്, കാരണം അതിന്റെ ബെഞ്ച് മാർക്സ് വന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 10,86,379, CPU 3,12,446, GPU 3,25,549. ചെറിയ വേരിയൻസിന് എന്തായാലും വരും, കാരണം സ്റ്റോറേജ് ടൈപ്പും റാം സ്റ്റോറേജും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ. OS നമ്മൾ നോക്കുവാണെങ്കിൽ ഫൺ ടച്ച് OS 15 ആയിരിക്കും, Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ OS അത്യാവശ്യം നല്ല OS തന്നെയാണ്, അത്യാവശ്യം ഒപ്റ്റിമൈസർ ആണ്, അതിൽ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ മെയിൻ ഒരു എന്താ പറയുക ഘടകമാണ് ക്യാമറയുടെ സൈസ് ഒപ്റ്റിക്സ് ആണ് ഇതിൽ വരുന്നത്. പ്രൈമറി 50 MP f1.9 ആപ്സ് വരുന്ന സോണി IMX766 സെൻസറാണ്. ഇച്ചിരി പഴയ സെൻസറാണ്, എന്നാൽ പോലും വലിയ സെൻസറാണ്. 1/1.55 സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത്. സെക്കൻഡറി നമുക്കൊരു 50 MP f2.7 പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ്. 3x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. സോണി IMX882 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS. പിന്നെ തേർഡ് ഒരു 8 MP അൾട്രാവൈഡ് ആണ് വരുന്നത്. വലിയ ഉപയോഗമൊന്നും കാണത്തില്ല. ഒരു 50 MP f2.0 സെൽഫി ക്യാമറ 4K 60. സോ അൾട്രാവൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെൻസറും അടിപൊളി തന്നെയാണ് വരുന്നത്. സൈസ് ഒപ്റ്റിക്സും സൈസിന്റെ ലെൻസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അടിപൊളി ക്യാമറ പെർഫോമൻസ് എന്തായാലും കിട്ടും. ഇത് ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്, അതിന്റെ സ്പെക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 6500 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 90 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. പിന്നെ റിവേഴ്സ് വൈഡ് ചാർജിങ്ങും വരുന്നുണ്ട്, ബൈപാസ് ചാർജിങ്ങും വരുന്നുണ്ട്. 90 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 hour കൊണ്ട് എന്തായാലും ആവും നമ്മുടെ 0 to 100% ഒക്കെ. സോ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി, നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ്, Wi-Fi 6 വരുന്നുണ്ട്, Bluetooth 5.4, IR ബ്ലാസ്റ്റർ, NFC, USB Type-C 2.0. സോ നമുക്ക് ആവശ്യമുള്ള എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പ്രൈസ് 3 വേരിയന്റായിരിക്കും വരാൻ പോകുന്നത്. 12GB 256, 12GB 512, 16GB 512. പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ എക്സ്പെക്ടഡ് പ്രൈസ് റേഞ്ച് ഒരു 35 തൊട്ട് 40 ആയിരിക്കും. ആ റേഞ്ചാണ് മിക്കതും. പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ല, ആദ്യം തന്നെ പറഞ്ഞേക്കാം, കാരണം പ്രൈസ് 35 തൊട്ട് 40 ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹൈ എൻഡ് ചിപ്സെറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഹൈ എൻഡ് ചിപ്സെറ്റ് അല്ല. നിങ്ങൾക്ക് കാണാൻ 7 Gen 4 ആണ് വരുന്നത്. ഇതൊരു മോർ ഓഫ് എ ക്യാമറ ഫോക്കസ്ഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ബിൽഡും അത്യാവശ്യം നല്ലതുണ്ട്, ഡിസ്പ്ലേ നല്ലതാണ്, പെർഫോമൻസിൽ ആവറേജ് വേണമെങ്കിൽ പറയാം. ക്യാമറ അടിപൊളിയായിരിക്കും, പിന്നെ ബാറ്ററിയും അത്യാവശ്യം നല്ല തന്നെയാണ്. സോ ക്യാമറ ആവശ്യമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ തന്നെയാണ്. 35 to 40K റേഞ്ചിൽ വരുവാണെങ്കിൽ, ഇത് കുറഞ്ഞ പ്രൈസ് റേഞ്ച് അവർ ഇറക്കുവാണെങ്കിൽ ഒരു 32 to 36 ആ റേഞ്ച് ഇറക്കുവാണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും. ഒരു ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആ പ്രൈസ് റേഞ്ച് ഇറക്കുവാണെങ്കിൽ നല്ലത്. മിക്കവാറും വിവോ ആ പ്രൈസ് റേഞ്ച് ഇറക്കാൻ സാധ്യത കുറവാണ്. മിക്കവാറും 35 to 40K ആയിരിക്കും ഇറക്കാൻ പോകുന്നത്. നമുക്കറിയില്ല, എക്സ്പെക്ടഡ് പ്രൈസ് റേഞ്ച് ആണ് പറയുന്നത്. അതിൽ കുറച്ച് ഇറക്കുവാണെങ്കിൽ നമുക്ക് നല്ലത്.
സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, സ്വീറ്റ് നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.